തന്ത്രപ്രധാനമായ സമുദ്രപാതകളെയും അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളെയും ഒരേ സമയം ഉലച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം അതിന്റെ പരമകോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് മേഖലയിൽ ഉണ്ടായ പുതിയ സംഭവവികാസങ്ങൾ ആഗോളതലത്തിൽ തന്നെ വൻ യുദ്ധഭീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻപുണ്ടായിരുന്ന എല്ലാ നയതന്ത്ര ധാരണകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇരു രാജ്യങ്ങളും നേരിട്ടുള്ള സൈനിക നടപടികളിലേക്ക് കടന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ കടുത്ത ആശങ്കയിലാഴ്ത്തുന്നു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് പാതയിലൂടെ കടന്നുപോയ ഒരു വാണിജ്യ കപ്പലിന് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നും മാരകമായ ഡ്രോൺ ആക്രമണം ഉണ്ടായെന്ന ആരോപണമാണ് ഈ പുതിയ പ്രതിസന്ധിക്ക് തുടക്കമിട്ടത്. കപ്പലിന് കനത്ത നാശനഷ്ടം വരുത്തിവെച്ച ഈ ആക്രമണം അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത സുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയായാണ് അമേരിക്ക വിലയിരുത്തുന്നത്. ഇതേ തുടർന്ന് ഇറാന്റെ ഈ നീക്കത്തിന് ശക്തമായി തിരിച്ചടി നൽകാൻ വാഷിംഗ്ടൺ ഭരണകൂടം അടിയന്തരമായി തീരുമാനമെടുക്കുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം US വ്യോമസേനയും നാവികസേനയും സംയുക്തമായി ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ച് അതിശക്തമായ വ്യോമാക്രമണം അഴിച്ചുവിട്ടു. ഇറാന്റെ ഉള്ളിലുള്ള സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ഈ ബോംബ് വർഷം മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കുന്നതായിരുന്നു. തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരാക്രമണവും വെറുതെ വിടില്ലെന്ന സന്ദേശമാണ് ഈ നടപടിയിലൂടെ അമേരിക്ക നൽകിയത്. എന്നാൽ അമേരിക്കയുടെ ഈ കടുത്ത വ്യോമാക്രമണത്തിന് മുന്നിൽ ഒരടി പോലും പിന്നോട്ട് പോകാൻ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തയ്യാറായിട്ടില്ല. അമേരിക്കയുടെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ കടുത്ത ഭാഷയിലുള്ള മുന്നറിയിപ്പുമായി ഇറാൻ സൈനിക നേതൃത്വം രംഗത്തെത്തി. അമേരിക്ക കാണിച്ച ഈ പ്രകോപനത്തിന് അതീവ വേഗതയേറിയതും നിർണായകവുമായ തിരിച്ചടി നൽകുമെന്നാണ് IRGC പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാൻ ഭരണകൂടത്തിന്റെ പുതിയ മുന്നറിയിപ്പുകൾ അനുസരിച്ച് അമേരിക്കയ്ക്ക് നേരെ വരാനിരിക്കുന്ന പ്രതികാര നടപടികൾ കേവലം ഒരു പ്രവിശ്യയിലോ സൈനിക താവളത്തിലോ മാത്രം ഒതുങ്ങുന്നതായിരിക്കില്ല. വരും ദിവസങ്ങളിൽ തങ്ങളുടെ തിരിച്ചടിയുടെ വ്യാപ്തി വളരെ വലുതായിരിക്കുമെന്നും മിഡിൽ ഈസ്റ്റിലെ എല്ലാ അമേരിക്കൻ താൽപര്യങ്ങളെയും അത് ബാധിക്കുമെന്നും ഇറാൻ താക്കീത് നൽകി. ഇത് മേഖലയെ മറ്റൊരു വൻ പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന ഭീതി വർദ്ധിപ്പിക്കുന്നു. ഈ സൈനിക പ്രതിസന്ധി കേവലം വാക്കുകളിലും മിസൈലുകളിലും മാത്രം ഒതുങ്ങാതെ ആഗോള ചരക്കുകടത്തിനെ തന്നെ പൂർണ്ണമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒമാൻ തീരത്തിന് സമീപം യാത്ര ചെയ്യുകയായിരുന്ന മറ്റൊരു വലിയ കാർഗോ കപ്പലിന് നേരെയും പുതിയതായി ആക്രമണം ഉണ്ടായതായാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര കപ്പൽ കമ്പനികളെ കടുത്ത പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ്. കടലിലെ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമായതിനെ തുടർന്ന് തന്ത്രപ്രധാനമായ സമുദ്രപാതയിലൂടെയുള്ള കപ്പലുകളുടെ ഒഴിപ്പിക്കൽ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അന്താരാഷ്ട്ര അധികൃതർ നിർബന്ധിതരായിരിക്കുകയാണ്. കപ്പലുകൾക്ക് ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ യാത്ര തുടരുന്നത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷാ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു. ഒഴിപ്പിക്കൽ നടപടികൾ പാതിവഴിയിൽ തടസ്സപ്പെട്ടതോടെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിലും പരിസര കടലുകളിലുമായി നൂറുകണക്കിന് വാണിജ്യ കപ്പലുകളാണ് ഇപ്പോൾ വഴിയിലുടനീളം കുടുങ്ങിക്കിടക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലേക്ക് ആവശ്യമായ എണ്ണയും മറ്റ് അവശ്യ സാധനങ്ങളുമായി പോകുന്ന ഈ കപ്പലുകൾ ഏത് നിമിഷവും ആക്രമിക്കപ്പെടാമെന്ന ഭീതിയാണ് ഉള്ളത്. ഇത് ആഗോള വിതരണ ശൃംഖലയെ പൂർണ്ണമായും തകിടം മറിക്കാൻ പോകുന്ന ഒരു പ്രതിസന്ധിയാണ്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം ദീർഘകാലത്തേക്ക് തടസ്സപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകും. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ശതമാനം കടന്നുപോകുന്ന ഈ പാത അടഞ്ഞുകിടന്നാൽ അത് പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്താഘാതമായി മാറും. സാമ്പത്തിക വിദഗ്ധർ ഈ സാഹചര്യത്തെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. വാഷിംഗ്ടണും ടെഹ്റാനും പരസ്പരം കടുത്ത യുദ്ധഭീഷണികൾ മുഴക്കിക്കൊണ്ട് രംഗത്ത് തുടരുന്നത് കൊണ്ട് തന്നെ നിലവിലുള്ള പ്രതിസന്ധിക്ക് ഉടനടി ഒരു പരിഹാരം കാണുക അസാധ്യമായി മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇറാനാണ് സമുദ്ര സുരക്ഷ തകർത്തതെന്ന് അമേരിക്ക ആവർത്തിക്കുമ്പോൾ സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കാൻ തങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ടെന്നാണ് ഇറാന്റെ വാദം. മേഖലയിൽ സമാധാനം കൊണ്ടുവരുന്നതിനായി വിവിധ അന്താരാഷ്ട്ര ശക്തികളുടെ മധ്യസ്ഥതയിൽ നടന്നു വന്നിരുന്ന അതീവ സങ്കീർണമായ നയതന്ത്ര ചർച്ചകൾ ഇതോടെ പൂർണ്ണമായി പരാജയത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ മുൻപുണ്ടായിരുന്ന നേരിയ നയതന്ത്ര ധാരണകൾ പോലും ഈ പുതിയ ആക്രമണ പരമ്പരയോടെ പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞു. സമാധാന ശ്രമങ്ങൾ തകരുന്നത് യുദ്ധത്തിന്റെ സാധ്യതകളെ ഇരട്ടിയാക്കുന്നു. ഇറാന്റെ സഖ്യകക്ഷികളായ യമനിലെ ഹൂതി വിമതരും ലബനനിലെ ഹിസ്ബുള്ളയും ഈ അവസരത്തിൽ അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും നേരെ പുതിയ മുന്നണികൾ തുറക്കാൻ സാധ്യതയുണ്ടെന്ന് സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നു. റെഡ് സീ മേഖലയിലെ മിഡിൽ ഈസ്റ്റിലെ മറ്റ് ഭാഗങ്ങളിലും ഇവർ ആക്രമണം കടുപ്പിച്ചാൽ അമേരിക്കൻ സൈന്യത്തിന് അത് വലിയ പ്രതിരോധം സൃഷ്ടിക്കും. മറുഭാഗത്ത് അമേരിക്ക തങ്ങളുടെ അത്യാധുനിക യുദ്ധ കപ്പലുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഹോർമുസ് കടലിടുക്കിന് സമീപത്തേക്ക് കൂടുതൽ വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഭാഗത്തു നിന്ന് ഇനിയൊരു
സൈനിക നീക്കമുണ്ടായാൽ അതിനെ പൂർണ്ണമായി അടിച്ചമർത്താൻ പോകുന്ന സന്നാഹങ്ങളോടെയാണ് US ഫോഴ്സ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇത് ഏത് നിമിഷവും ഒരു വൻ സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കാമെന്നതിന്റെ തെളിവാണ്. റഷ്യ, ചൈന തുടങ്ങിയ ആഗോള ശക്തികൾ മിഡിൽ ഈസ്റ്റിലെ ഈ പുതിയ സംഭവ വികാസങ്ങളെ അതീവ സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത്. അമേരിക്കയ്ക്ക് മേഖലയിൽ ഉണ്ടാക്കുന്ന തിരിച്ചടികൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഈ രാജ്യങ്ങൾ ശ്രമിച്ചേക്കാം. ഇറാന് തന്ത്രപരമായ പിന്തുണ നൽകുന്നതിലൂടെ അമേരിക്കയുടെ ആഗോള സ്വാധീനം കുറയ്ക്കുക എന്നതാണ് ഇവരുടെ ദീർഘകാല ലക്ഷ്യം. വരും മണിക്കൂറുകളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇടപെടലുകൾ നിർണായകരമായിരിക്കും. എന്നാൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വലിയ നയതന്ത്ര നീക്കങ്ങൾ തന്നെ വേണ്ടിവരും. മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ ഒരു പ്രതിസന്ധിക്കാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്.